Right. And hi friends, again I'm back with the textbook questions and answers of ടോക്കിംഗ് സയൻസ്. മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോക്കിംഗ് സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സൈഡിൽ വരുന്ന ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം മക്കളെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, ഡു യു തിങ്ക് ദാറ്റ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഈസ് എ ഫണ്ടമെന്റൽ ടു ഓൾ സയന്റിഫിക് എക്സ്പ്ലോറേഷൻ? ഹൗ ഡു ക്വസ്റ്റ്യൻസ് മൂവ് സയൻസ് ഫോർവേഡ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മക്കളെ, സയൻസിന് അല്ലെ, സയൻസ് എക്സ്പ്ലോറേഷൻ അല്ലെ, സയൻസിലുള്ള പുരോഗതി, സയൻസിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ബേസ് ആണ്, അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സയൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, സയൻസിന് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. യെസ്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഈസ് എ ഫണ്ടമെന്റൽ ടു ഓൾ സയന്റിഫിക് എക്സ്പ്ലോറേഷൻ. എന്താണ്? സയന്റിഫിക് ആയിട്ടുള്ള സയൻസിന്റെ ഈ ഒരു കണ്ടുപിടുത്തങ്ങളുടെ എല്ലാ രീതിക്കും എന്ത് വേണം? ഒരു ഫണ്ടമെന്റൽ ആണ്, ബേസ് ആണ്, അടിസ്ഥാനമാണ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓപ്പൺ ദ വേ ടു എൻക്വയറി ആൻഡ് റിസർച്ച്. ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത് എന്തിലോട്ട് വഴി തുറക്കുന്നു? എൻക്വയറി, അന്വേഷണങ്ങളിലോട്ടും റിസർച്ചുകളും കണ്ടുപിടുത്തങ്ങളിലോട്ടും അന്വേഷണങ്ങളും. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നമ്മൾ അന്വേഷിക്കാൻ പോകും അതിൻ്റെ ആൻസർ അല്ലേ. അതേപോലെ ക്വസ്റ്റ്യൻസ് ഓപ്പൺ, ഇവിടെ മുതലായിട്ട് ആൻസർ. ക്വസ്റ്റ്യൻസ് ഓപ്പൺ ദ വേ ടു എൻക്വയറി ആൻഡ് ദ റിസർച്ചുകളും എൻക്വയറിലോട്ടും ചോദ്യങ്ങൾ എത്തിക്കുന്നു. ബൈ ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ സയന്റിസ്റ്റ് ക്യാൻ ഐഡന്റിഫൈ ദ പ്രോബ്ലം. സയന്റിസ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് പ്രശ്നം, ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. ദെൻ കണ്ടക്ട് എക്സ്പെരിമെന്റ്, ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങൾ അവർ കണ്ടക്ട് ചെയ്യും. അത് ചെയ്യും, അതിനനുസരിച്ചുള്ള എക്സ്പെരിമെന്റുകൾ ഏതാണോ അത് അവരെന്ത് ചെയ്യാണ്, അത് പ്രവർത്തിപ്പിച്ച് നോക്കും. ദെൻ ആൻഡ് അറൈവ്, എന്നിട്ട് അവർ എത്തിച്ചേരും അറ്റ് എ ലോജിക്കൽ കൺക്ലൂഷൻ. വളരെ യുക്തിബദ്ധമായിട്ടുള്ള, യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ, ഒരു നിഗമനത്തിൽ അവർ എത്തിച്ചേരും. ദസ് ക്വസ്റ്റ്യൻ മൂവ് സയൻസ്. ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മൂവ് സയൻസ്, സയൻസിനെ മുന്നോട്ട് നയിക്കുന്നത്. ബൈ ലീഡിങ് എ ന്യൂ ഡിസ്കവറീസ് ആൻഡ് നോളജ് ക്രിയേഷൻ. ഇങ്ങനെയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ അറിവുകളും നമുക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ? ദെൻ ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ സയൻസ്. ഡു യു എഗ്രി? കൗതുകം എന്ന് പറയുന്നത് സയൻസിന്റെ ഹൃദയമാണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കൗതുകം, ആകാംക്ഷ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നോക്കാം. യെസ്, ഐ എഗ്രി. ക്യൂരിയോസിറ്റി മേക്സ് സയന്റിസ്റ്റ് ഈഗർ ടു എക്സ്പ്ലോർ. യെസ്, തീർച്ചയായിട്ടും ആകാംക്ഷ, കൗതുകം എന്ന് പറയുന്നത് സയന്റിസ്റ്റുകളെ, ശാസ്ത്രജ്ഞരെ ഈഗർ ടു എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ അൺനോൺ. അതെന്ത് ചെയ്യും? ഈ ലോകത്തെ ഈ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ, എല്ലാം അനുഭവിക്കാനും അതിങ്ങനെ നേടിയെടുക്കാനും എത്തിച്ചേരാനും അവരെ പ്രയത്നിപ്പിക്കും. അണ്ടർസ്റ്റാൻഡ് ദ അൺനോൺ, അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യൂരിയോസിറ്റി അവരെ നയിക്കും. While children naturally ask questions, scientists must retain that childlike curiosity. എങ്ങനെ? കുട്ടികൾ നാച്ചുറലി, സാധാരണ പോലെ കുട്ടികൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ സയന്റിസ്റ്റ് മസ്റ്റ് റീറ്റെയിൻ ദാറ്റ് ചൈൽഡ് ക്യൂരിയോസിറ്റി. എന്ത് വേണം? സയന്റിസ്റ്റുകളിലും എന്തുണ്ട്? ഈ ചൈൽഡ് കുട്ടികൾക്കുള്ള ഈ ആകാംക്ഷ ഉണ്ടല്ലോ, അത് അവർക്കുമുണ്ട്. അഡ്മിറ്റ് ദെയർ ഇഗ്നറൻസ്, അവരെന്ത് ചെയ്യാണ്? അവരുടെ അറിവില്ലായ്മ അവര് അഡ്മിറ്റ് ചെയ്യും. ആദ്യം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക, എന്നിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ ഇറങ്ങാൻ അല്ലേ. ആൻഡ് ദിസ് ക്യൂരിയോസിറ്റി ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത് ആൻഡ് ക്രിയേറ്റ് ന്യൂ നോളജ്. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഈ കൗതുകം എന്തിലോട്ട് എത്തിക്കും? ഡ്രൈവ്സ് ദം ടു, നമ്മളെ നയിച്ചു കൊണ്ടുപോയിട്ട് ടു ഡിസ്കവർ, കണ്ടെത്താൻ, ട്രൂത്ത്, സത്യങ്ങൾ, ആൻഡ് ക്രിയേറ്റ് ന്യൂ നോളജ്, പുതിയ പുതിയ അറിവുകൾ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. How does ഒബ്സർവേഷൻ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിലോമിന? എങ്ങനെയാണ് ഒബ്സർവേഷൻ നമ്മളെ ഈ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ പ്രതിഭാസങ്ങൾ, നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. പല ആളുകളും നമ്മുടെ ഇത് സയൻസായിട്ട് സംസാരിക്കണം. നമ്മൾ പലതും നമുക്ക് ദൈവം തന്നതാണ്, അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ അത് ഒരു സൈഡ്. ഇത് നമ്മൾ
പഠനത്തിനോട് ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ഈ നാച്ചുറൽ കാണുന്ന പല ഫിലോമിനസും പല പ്രതിഭാസങ്ങളും നമുക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡ് കഴിയുന്നത് എങ്ങനെയാണ്? ഒബ്സർവേഷനിലൂടെയാണ്. അതെങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഒബ്സർവേഷൻ ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകളുടെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, തുടക്കം എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്, അല്ലേ? ഇങ്ങനെ കുറേ അവരൊക്കെ നോക്കിയിരുന്നിട്ട് തന്നെയാണ് ഈ പല കാര്യങ്ങളും ഇന്ന് പല ശാസ്ത്രജ്ഞന്മാരും ഒബ്സർവ് ചെയ്ത് അത് എന്താ അങ്ങനെ ഇങ്ങനെ നോക്കി അതിപ്പോൾ എന്താ അങ്ങനെ 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 ചിന്തിച്ച് അപ്പോൾ ഈ ഒബ്സർവേഷനിലൂടെയാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള പല അറിവുകളും നമുക്ക് ലഭിച്ചത്. കെയർഫുൾ ഒബ്സർവേഷൻ ഹെൽപ്പ് സയൻറ്റിസ്റ്റ് നോട്ടീസ് പാറ്റേൺ. വളരെ ശ്രദ്ധാപൂർവമുള്ള നിരീക്ഷണങ്ങൾ സയൻറ്റിസ്റ്റ് നോട്ടീസ് പാറ്റേൺ, അത് കറക്റ്റായിട്ട് അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ ഇവൻറ്റ്സ്, ചേഞ്ചസ് ഇൻ ദ നാച്ചുറൽ, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ, അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ, അതിൻ്റെ രീതികളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ന്യൂട്ടൺ ഒബ്സർവ് ദ ഫാളിംഗ് ഓഫ് ആൻ ആപ്പിൾ ആൻഡ് കണക്റ്റഡ് ഇറ്റ് ടു ദ ലോസ് ഓഫ് ഗ്രാവിറ്റി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ന്യൂട്ടൺ ഒബ്സർവ് ചെയ്യാണ് എന്ത്? ഫോളിംഗ് ഓഫ് ആപ്പിൾ വീണത് ഒബ്സർവ് ചെയ്തു, കണക്ട് ദ ലോ ഓഫ് ഗ്രാവിറ്റി. എന്താണ്? ന്യൂട്ടൺ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കുറേ നോക്കിയിട്ടാ ആപ്പിൾ ഇങ്ങനെ താഴോട്ട്, നമ്മളിപ്പോൾ എന്താ ആപ്പിൾ ഇങ്ങനെ താഴോട്ടല്ല മേലോട്ട് പോകുന്നേക്ക് നമ്മൾ ചിന്തിക്കുക, അത് ന്യൂട്ടനും ചിന്തിച്ചു. എന്തുകൊണ്ടാണ് അതിപ്പോൾ നേരെ ഇങ്ങനെ താഴോട്ട് വരുന്നത്? എന്തുകൊണ്ടത് അങ്ങോട്ട് മേലോട്ട് പോകാത്തത്? ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പം ന്യൂട്ടൻ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട്, ആകർഷിക്കാനുള്ള കഴിവ് ഭൂമിക്കുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു, അല്ലേ? And similarly, observation helps us understand and explain the mysteries of the natural world. എന്താണ്? അതെ, ഒബ്സർവേഷൻ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ദ മിസ്റ്റീരിയസ് ഓഫ് നാച്ചുറൽ വേൾഡ്, ഈ ഒരു പ്രകൃതിയുടെ നാച്ചുറൽ വേൾഡിൻ്റെ മിസ്റ്റീരിയസ് നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാനും കണ്ടുപിടിക്കാനും എന്ത് സഹായിക്കും മക്കളെ? ഒബ്സർവേഷൻ. എന്താണ്? നിരീക്ഷണ പരീക്ഷണ പാഠങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലേ? നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ അൺസോൾവ്ഡ് മിസ്റ്ററീസ് യു വുഡ് ലൈക്ക് ടു സോൾവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സയൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്തൊക്കെ അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ് തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കൗതുകങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. സം ഓഫ് ദ അൺസോൾവ്ഡ് മിസ്റ്ററീസ് ഐ വുഡ് ലൈക്ക് ടു സോൾവ് ഇൻക്ലൂഡ് റീസൺ ബിഹൈൻഡ് ദ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇൻ കേരള. കേരളത്തിലുള്ള മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. എക്സ്ട്രീം വെതർ വുഡ് ലൈക്ക് സച്ച് ഫ്ലാഷ് ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള അങ്ങേയറ്റുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ. ദ ഒറിജിനൽ ആൻഡ് സ്പ്രെഡ് ഓഫ് റയർ വൈറൽ ഡിസീസ്, ഇങ്ങനെ വൈറലായിട്ടുള്ള ഡിസീസുകളൊക്കെ ഉണ്ട്, അല്ലേ? പെട്ടെന്ന് ഒരു പരിചയമില്ലാതെ നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ ഇൻക്രീസ് ഓഫ് മോസ്കിറ്റോ, അല്ലേ? ഈ കൊതുകുകൾ ഇങ്ങനെ വർദ്ധിച്ച് വരാനുള്ള കാരണങ്ങൾ. ഇതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടെന്നൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നോട്ടം. ഡു യു വാണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്? നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവണോ? ഹൗ വിൽ യു എക്യുപ്പ് യുവർ സെൽഫ് ഫോർ ദിസ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം? യെസ്, ഐ വാണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്, ഐ എക്യുപ്പ് മൈ സെൽഫ് ഫോർ ദിസ്. ഞാൻ അതിന് വേണ്ടി എന്നെ എങ്ങനെയൊക്കെ റെഡിയാക്കും? ഡെവലപ്പ് ക്യൂരിയോസിറ്റി ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ. ഞാൻ എന്നിൽ എപ്പോഴും ഒരു കൗതുകം ഉളവാക്കും. എന്ത് കാണുമ്പോഴും അതിലൊരു ക്യൂരിയോസിറ്റി കണ്ടെത്തും. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ, എന്നിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. സ്ട്രെങ്തൻ മൈ ഒബ്സർവേഷൻ ആൻഡ് റീസണിങ് സ്കിൽ. എൻ്റെ ഈ ഒബ്സർവേഷൻ, എൻ്റെ ഈ നിരീക്ഷിക്കാനുള്ള എൻ്റെ കഴിവും, എൻ്റെ റീസണിങ്, യുക്തി ചിന്തിക്കാനുള്ള എൻ്റെ കഴിവും, നിരീക്ഷിക്കാനുള്ള എൻ്റെ കഴിവ്, ആ സ്കില്ലൊക്കെ ഞാൻ വർദ്ധിപ്പിച്ചെടുപ്പിക്കും. സ്റ്റഡി സയൻസ് സീരിയസ്ലി ഇൻ സ്കൂൾ ആൻഡ് ബിയോണ്ട്. സയൻസിനെ കുറിച്ച് സ്കൂളിലും അതിന് പുറമെയൊക്കെ നന്നായിട്ട് പഠിക്കും. ലേൺ റിസർച്ച് ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസ് എക്സ്പെരിമെൻറ്റ്. റിസർച്ച് ടെക്നിക്സുകളൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ചെയ്യും. വർക്ക് ഹാർഡ് ആൻഡ് ഫോളോ മൈ പാഷൻ. നന്നായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ പാഷന് വേണ്ടിയിട്ട് ഞാൻ അതിന് പിന്നാലെ തന്നെ പോകും. ആസ് അഡ്വൈസ് ബൈ ഡോക്ടർ അജിത് പരമേശ്വരൻ. ഡോക്ടർ അജിത് പരമേശ്വരൻ നമ്മൾ ഉപദേശിച്ചതുപോലെ വർക്ക് ഹാർഡ് ചെയ്യുക, പാഷന് പിന്നാലെ ഹാർഡ് വർക്കോട് കൂടി നല്ല മനോഭാവത്തോടു കൂടി ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങുക. ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നോക്കാം. ബുക്സ് റിമൈൻ എ സോഴ്സ് ഓഫ് റിയലബിൾ ഇൻഫർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് വാട്ട് വി ഗെറ്റ് ഇൻ ഓൺലൈൻ. ഡു യു അഗ്രി? ബുക്കുകളിൽ നിന്ന് വളരെ സത്യവത്തായിട്ടുള്ള, വളരെ കറക്റ്റായിട്ടുള്ള, റിയലബിൾ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള
ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. മറ്റ് ഓൺലൈൻ ഇൻഫർമേഷൻ ലഭിക്കുന്നതിനും അപ്പുറം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നോക്കാം. യെസ്, ഐ എഗ്രി. ഞാൻ ഇതിനോട് യോജിക്കുന്നു. ബുക്സ് ആർ യൂഷ്വലി റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ആഫ്റ്റർ thorough research and review, so the information is authentic and ഡിപ്പെൻഡബിൾ. ഐ മീൻ ബുക്സ് ആർ യൂഷ്വലി റിട്ടൺ, പൊതുവെ ബുക്സുകളൊക്കെ നമ്മൾ അടിച്ചിറക്കുന്നത് പബ്ലിഷ്ഡ് ആഫ്റ്റർ തെറോ റിസർച്ച്, നല്ല അങ്ങേയറ്റം, തെറോ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പഠിക്കുന്നതിനാണ് കേട്ടോ. നല്ല റിസർച്ചിലൂടെയും റിവ്യൂവിലൂടെയും. നമ്മൾ ബുക്ക് വെറുതെ അടിക്കില്ല, റിസർച്ച് ചെയ്ത് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ ബുക്കുകൾ അടിക്കുക. സോ ദാറ്റ് ഇൻഫർമേഷൻ ഇസ് ഒതൻറ്റിക്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് എന്താണ്? ഒതൻറ്റിക് ആയിരിക്കും. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ സ്പഷ്ടമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് ഡിപ്പെൻഡബിൾ ആയിരിക്കും അല്ലേ? എന്താണ്? വളരെ വൃത്തിയുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓൺ ദ അതർ സൈഡ്, മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മച്ച് ഓഫ് ദി ഇൻഫർമേഷൻ ഓൺലൈൻ മേ നോട്ട് ബി വെരിഫൈഡ്. ഒരു ഓൺലൈനിൽ ലഭിക്കുന്ന ഒന്നും തന്നെ വെരിഫൈഡ് അല്ലായിരിക്കും, കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് കാൻ സംടൈംസ് ബി മിസ്ലീഡിങ്. ഇത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധാരണത്തിലൂടെ കൊണ്ടുപോകും. ഹെൻസ് ബുക്സ് ആർ മോർ റിലയബിൾ സോഴ്സ് ഓഫ് നോളജ്. ശരിയാണ് അല്ലേ മക്കളെ? ഇന്നൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾ പല ഫുള്ള് ഫേക്കാണ് അല്ലേ? ഫേക്ക് ഐ ഡി, ഫേക്ക് ന്യൂസ്, ഫേക്ക് എല്ലാം ഫേക്കാണ്. ന്യൂസുകളൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസുകളൊക്കെ പല ആളുകളും ഇങ്ങോട്ട് ഇറക്കും. നമ്മളത് കേട്ട് നെറ്റിദ്ധരിച്ച് നിൽക്കും അല്ലേ? പക്ഷെ അതെന്താണ്? ഫേക്ക് ആയിരിക്കും. അപ്പോൾ എന്താണ്? ഓൺലൈനിൽ കാണുന്ന ഇൻഫർമേഷൻസും നോളജുകളും ഒന്നും പെർഫെക്റ്റ് ആവുകയില്ല. ഓക്കെ, നമ്മൾ ഈ ബുക്സുകളിലുള്ളത് എന്തായിരിക്കും? എന്നും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അത് ഒരുപാട് റിസർച്ചുകളിലൂടെയൊക്കെയാണ് കണ്ടെത്തിയിട്ടുണ്ടാവുക. How does asking questions help in developing our understanding? How does asking questions to help developing in our understanding? എങ്ങനെയാണ് നമ്മുടെ ഈ അറിവ് വർദ്ധിക്കുകയും മനസ്സിലാക്കുകയും നേടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്? ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നത്? ഈ ഒരു മനസ്സിലാക്കാനുള്ള ഈ ഒരു അതിനൊക്കെ ഡെവലപ്മെന്റ് അല്ലെ, അതിലൊക്കെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്? ആസ്കിങ് ക്വസ്റ്റ്യൻ ലിഡ്സ് ടു ക്യൂരിയോസിറ്റി ആൻഡ് എൻക്വയറി. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ ലിഡ്സ് ടു ക്യൂരിയോസിറ്റി, നമ്മൾ എന്തുണ്ടാക്കും? കൗതുകങ്ങളും എൻക്വയറി, ഒരു അന്വേഷണ മനോഭാവം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ നമുക്ക് വരും അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ തോന്നും, അതിപ്പോൾ എന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ? ആൻഡ് ഇറ്റ് മേക്സ് ആസ് തിങ്ക് ഡീപ്ലി. ഇത് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കും? ഡീപ്പായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. സെർച്ച് ഫോർ എവിഡൻസ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ, എവിഡൻസ് നമ്മൾ അന്വേഷിക്കും. ആൻഡ് ഫൈൻഡ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടെത്തും? കണ്ടെത്തും. ലോജിക്കൽ, വളരെ യുക്തിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് വി ക്ലിയർ അവർ ഡൗട്ട്സ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ നമ്മൾ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. ഡെവലപ്പ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് അറൗണ്ട് us. മാത്രമല്ല നമ്മുടെ നമുക്ക് ചുറ്റും നിൽക്കുന്ന നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അറിവ്, ഒരു മനസ്സിലാക്കൽ നമുക്ക് എന്തിലൂടെയും കൂടെ സാധിക്കും? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ സാധിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, why does Dr. Ajit Parameswaran say that anyone can become a scientist? എന്തുകൊണ്ടാണ് ഡോക്ടർ പരമേശ്വരൻ അജിത് സാർ പറഞ്ഞത് എല്ലാവർക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ സാധിക്കുമെന്ന്? നോക്കാം. ഡോക്ടർ അജിത് പരമേശ്വരൻ says that not everyone may become a great scientist. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് സയന്റിസ്റ്റ് ആവാൻ സാധിക്കില്ല. പകരം but a great scientist can come from anywhere. പക്ഷെ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നല്ല സയന്റിസ്റ്റ് വരും. ഓക്കെ, ഹെൻസ് എനിവൺ വിത്ത് ക്യൂരിയോസിറ്റി. എങ്ങനെ? ക്യൂരിയോസിറ്റി, ഹാർഡ് വർക്ക്, പാഷനും ക്യൂരിയോസിറ്റിയും ഹാർഡ് വർക്കുമുള്ള എല്ലാവർക്കും ബിക്കം എ സയന്റിസ്റ്റ്, നല്ല പോലെ സയന്റിസ്റ്റ് ആവാൻ കഴിയും. നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ? എന്ത് കണ്ടാലും അതെന്താ ഇങ്ങനെ എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ? മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ ആളുകളോട് ചോദിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന ക്യൂരിയോസിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് പിന്നീട് സെർച്ച് ചെയ്ത് അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ? ഒരു ആവേശവും പാഷനും അതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവാം ഒരു നല്ല അടിപൊളിയായിട്ടുള്ള സയന്റിസ്റ്റ് ആവാൻ സാധിക്കും. ക്ലിയർ? ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ആർ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയന്റിസ്റ്റ്? നല്ലൊരു സയന്റിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഒരു 2 എണ്ണം പറയാം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയന്റിസ്റ്റ് ആർ
ക്യൂരിയോസിറ്റി ആൻഡ് എബിലിറ്റി ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ, അതാണ് വളരെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് വന്നാലും ഇത് നിങ്ങൾക്ക് അതിൽ എഴുതേണ്ട ആവശ്യം വരും. അപ്പം നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ക്യൂരിയോസിറ്റി, അതിൻ്റെ സ്പെല്ലിംഗ് അടക്കം പഠിച്ചു വെച്ചോളൂ. കൗതുകം, ആകാംക്ഷ. ആൻഡ് എബിലിറ്റി ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവ് അല്ലേ, അതൊരു നമ്മുടെ ഒരു അവകാശമാണ് അല്ലേ. അത് ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. എങ്ങനെ? ഒരു കുട്ടിയെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുക, ഒരു കുട്ടിയെ പോലെ കൗതുകത്തോടു കൂടി ഓരോന്നും കാണുക. ഇങ്ങനെയെല്ലാം ചെയ്ത് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ക്രിട്ടിക്കൽ തിങ്ക് ആൻഡ് കണ്ടക്ടിങ് കെയർഫുൾ എക്സ്പെരിമെന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. എന്തിനേയും ഒരു വിമർശന രീതിയിലുള്ള ഒരു ചിന്ത അല്ലേ, എന്തിനേയും വിമർശനാത്മകമായിട്ട് നിങ്ങൾ കാണുക. ആൻഡ് കണ്ടക്ടിങ് കെയർഫുൾ എക്സ്പെരിമെന്റ്, അത് മാത്രമാണോ? അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാവുക. ഇങ്ങനെ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. The next question, do you now agree that science is entirely different from mere opinion? എന്താ മക്കളെ mere opinion? ഞാൻ ഓൾറെഡി പറഞ്ഞു. mere opinion എന്താണ്? അടിസ്ഥാനരഹിതമായിട്ടുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണ് സയൻസിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? എന്തുകൊണ്ടാണ്? സയൻസ് വേറെ, ഒപ്പീനിയൻസ് വേറെ. നമ്മൾ ചില ആളുകൾ പറയില്ലേ, ആ പ്രതിഭാസം എന്താ നോക്കി എനിക്കറിയാം, അത് ഇന്നതുകൊണ്ടാണ്, അത് അയാളുടെ ഗസ് പറയണം, അതാണ് ഒപ്പീനിയൻ അല്ലേ. പക്ഷെ ഒരാൾ പറയാണ് ഇങ്ങനെ ആൾ ഇന്ന എക്സ്പെരിമെന്റിലൂടെ ഇന്ന സയന്റിസ്റ്റ് അത് തെളിയിച്ചതാണ്, ഇന്നതൊക്കെയാണ് ഈ പ്രതിഭാസത്തിന് കാരണം, അത് നോളജ്, അത് സയൻസ്. ഇത് അദ്ദേഹത്തിന്റെ ഗസ്, ഒപ്പീനിയൻ, അദ്ദേഹത്തിന്റെ അറിവിലൂടെ അവർ ഊഹിച്ച് പറയുന്നത്. ഓക്കെ, സോ യെസ് ഐ എഗ്രി, സയൻസ് ഇസ് ബേസ്ഡ് ഓൺ ഫാക്ട്, എക്സ്പെരിമെന്റ് ആൻഡ് എവിഡൻസ്. സയൻസ് എന്താണ്? സത്യങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തെളിവുകളുടെയും മുകളിലാണ് സയൻസ്. വൈൽ ഒപ്പീനിയൻ ഇസ് ഓഫൻ ബേസ്ഡ് പേഴ്സണൽ ബിലീഫ് ആൻഡ് അസംപ്ഷൻ വിത്തൗട്ട് പ്രൂഫ്. പ്രൂഫുകളില്ലാതെ, തെളിവുകളില്ലാത്ത ഊഹാപോഹങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളുടെയും പുറമെയാണ് ഒപ്പീനിയൻസ് ഉണ്ടാവുന്നത്, അഭിപ്രായങ്ങൾ. സയൻസ് പ്രൊഡ്യൂസ് നോളജ്, സയൻസ് അറിവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വേറാസ് മറ്റേ സൈഡിൽ മിയർ ഒപ്പീനിയൻ ലെഡ്സ് ടു ഇഗ്നറൻസ്, ഒപ്പീനിയൻസ് എന്തിലോട്ട് നയിക്കുന്നു? അറിവില്ലായ്മയിലോട്ട് നയിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മക്കളെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.